സംസ്ഥാനത്ത് ഭരണമാറ്റം അനിവാര്യമാണെന്ന് വർഗീസ്നാഥ് കോറിയോസ് തിരുമേനി അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. CPM-ഉം അതോടൊപ്പം തന്നെ BJP തമ്മിലൊരു ഡീലുണ്ട് എന്ന തരത്തിൽ ചർച്ചകൾ വരുന്നുണ്ടെങ്കിൽ അത് സംശയിക്കത്തക്ക സാഹചര്യമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ആ തരത്തിലേക്കൊക്കെ എത്തിയല്ലേ? അത് ശരി. ഈ പ്രചരണം ആരതാണെന്ന് എല്ലാവർക്കും അറിയാലോ. അദ്ദേഹം കേരളത്തിൽ തന്നെയല്ല. കേരളത്തിൻ്റെ പഴയകാല അനുഭവങ്ങൾ അത്ര വേഗം മറക്കാൻ കഴിയുന്നതല്ലാലോ. ഇവിടെ അദ്ദേഹം അങ്ങനെ പറയാനിടയില്ല എന്നാണ് ഞാൻ കരുതുന്നത് കേട്ടോ. ഇനി അങ്ങനെ നിങ്ങൾ പറഞ്ഞതുകൊണ്ട് എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹം കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരാളല്ല. സാധാരണ എനിക്ക് നല്ലതുപോലെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരാളാണ്. എന്താണ് ഈ BJP-യോട് സ്വീകരിച്ചുള്ള സമീപനം? BJP എന്ന് പറയുന്നത് RSS നേതൃത്വം കൊടുക്കുന്ന ഒരു സംഘടനയാണ്. BJP എന്നുള്ളൊരു 3 അക്ഷരമല്ല, RSSൻ്റെ നേതൃത്വമാണ് അവരെ നയിക്കുന്നത്. RSSൻ്റെ നയമാണ് അവരംഗീകരിക്കേണ്ടത്. ഇവിടെ RSS ഏതെല്ലാം തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. RSSനെതിരെ BJP-ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ചത് എല്ലാ കാലത്തും ഇടതുപക്ഷമാണ്, പ്രത്യേകിച്ച് CPI-എമ്മാണ്. ആർക്കും നിഷേധിക്കാവുന്ന കാര്യമല്ലത്. അതിൻ്റെ ഭാഗമായി തന്നെ ഞങ്ങളുടെ ഒരുപാട് സഖാക്കൾ ജീവൻ നൽകേണ്ടി വന്നിട്ടുണ്ട്. ഇന്നും മാരകമായി പരിക്കേറ്റ് ജീവിക്കുന്ന രക്തസാക്ഷികളായി കിടക്കുന്നവരുണ്ട്. അങ്ങനെയെല്ലാമുള്ള അനുഭവമാണ് ഞങ്ങൾക്കുള്ളത്. എന്നാൽ കോൺഗ്രസും UDF-ഉം എല്ലാ ഘട്ടത്തിലും RSS-മായി ബന്ധമുണ്ടാക്കാനാണ് എല്ലാ ഘട്ടത്തിലും ശ്രമിച്ചിട്ടുള്ളത്. എല്ലാവർക്കും ഓർമ്മയുണ്ടാവുമല്ലോ. നിങ്ങൾ ഈ പറഞ്ഞ പുരോഹിതൻ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഓർക്കുന്നുണ്ടാവുമല്ലോ. കോലീബി സഖ്യം. എന്തായിരുന്നു കോലീബി സഖ്യം? അന്ന് വടകര പാർലമെൻറ്റ് മണ്ഡലം, ബേപ്പൂർ അസംബ്ലി മണ്ഡലം, 2 സീറ്റ്, പാർലമെൻറ്റിലൊരു സീറ്റ്, അസംബ്ലിയിലൊരു സീറ്റ് BJP-ക്ക് നൽകുന്നു. ആ സീറ്റുകൾ BJP-ക്ക് കൊടുക്കുമ്പോൾ മറ്റ് സീറ്റുകളിലൊക്കെ RSS-ഉം BJP-യും UDF-നെ പിന്താങ്ങും. ഇതായിരുന്നില്ലേ കരാർ? അതനുസരിച്ച് കാര്യങ്ങൾ നീങ്ങിയില്ലേ? അത് പുറത്തായി പോയതുകൊണ്ട് ജനങ്ങൾ നല്ലതുപോലെ അതിലിടപെട്ടു. ആ 2 മണ്ഡലവും LDF തന്നെ നല്ല രീതിയിൽ വിജയിച്ചു വന്നു. പക്ഷേ അത്തരമൊരു കൂട്ടുകെട്ട് ഉണ്ടാക്കുന്നതിന് വല്ല ജാള്യത അവർക്കുണ്ടായോ? ആ കൂട്ടുകെട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? ഇവിടെ ഒരു കാലം UDF ഭരിക്കുന്നു. RSS നേതാവ് UDF-ൻ്റെ മുഖ്യമന്ത്രിയെ ചൂണ്ടി പറയുകയാണ്, നിങ്ങളാ കസേരയിലിരിക്കുന്നത് 41 മണ്ഡലത്തിൽ ഞങ്ങൾ നൽകിയ പിന്തുണ കൊണ്ടാണെന്ന് ഓർക്കണമെന്ന്. അതല്ലേ കോൺഗ്രസിൻ്റെ അനുഭവം? എല്ലാ കാലത്തും ഇത്തരം ശക്തികളുമായി കൂട്ടുകൂടാനല്ലേ തയ്യാറായിട്ടുള്ളത്? ഇപ്പോൾ 2016 നേമത്ത് നിന്ന് BJP ജയിച്ചു വന്നല്ലോ. നിയമസഭയിൽ അക്കൗണ്ട് തുടങ്ങിയല്ലോ. എങ്ങനെയായിരുന്നു ആ അക്കൗണ്ട് തുടങ്ങിയത്? നിയമസഭയിൽ മത്സരം നടന്നപ്പോൾ ആ നിയമം സീറ്റിൽ കോൺഗ്രസിൻ്റെ വോട്ടിന് എന്ത് സംഭവിച്ചു? വലിയ ഇടിവല്ലേ കോൺഗ്രസിൻ്റെ വോട്ടിന് പറ്റിയത്? എന്നാൽ
വേറൊരു മണ്ഡലത്തിൽ നിന്ന് ഒരു കോൺഗ്രസ് നേതാവിന് ജയിച്ചു വരാൻ വേണ്ടി ഉണ്ടാക്കിയ ഡീലായിരുന്നില്ലേ അത്? ആ ഡീലിൻ്റെ ഭാഗമായിട്ടല്ലേ അക്കൗണ്ട് തുറക്കാൻ BJP കഴിഞ്ഞത്? അന്നത് വേണ്ടത്ര ആളുകൾക്ക് വ്യക്തമായിരുന്നില്ല. പിന്നീട് ഞങ്ങൾ പരസ്യമായ നിലപാടെടുത്തല്ലോ. 2021 പരസ്യമായി പറഞ്ഞല്ലോ, ഇവിടെ തുറന്ന അക്കൗണ്ട് ഇവിടെ തന്നെ പൂട്ടിക്കും എന്ന് നിയമത്ത് വെച്ച് തന്നെ ഞങ്ങൾ പ്രഖ്യാപിച്ചല്ലോ. അങ്ങനെയല്ലേ അത് പൂട്ടിക്കുകയും ശിവൻകുട്ടി നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തത്? എന്ത് വൃത്തികേടും കാണിക്കാൻ മടിയില്ലാത്ത ഒരു കൂട്ടരാണ് ഈ പറയുന്ന കോൺഗ്രസ് എന്നത് ആർക്കും അറിയാത്തത്? ഇത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ കഥ. എന്താണ് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃത്വത്തിൻ്റെ അവസ്ഥ? എന്താണ് BJPയോട് അവർ സ്വീകരിക്കുന്ന നില? രാഹുൽ ഗാന്ധിയും കോൺഗ്രസും എത്ര കണ്ടാണ് BJPയുടെ B ടീമായി മാറുന്നത്? എല്ലാവരുടെയും ശ്രദ്ധയിലുള്ള കാര്യമല്ലേ? വടക്കേ ഇന്ത്യ, ഡൽഹി ആയിരുന്നല്ലോ BJP ഭരണമില്ലാത്തൊരു നാട്. കെജ്രിവാളും AAPയുമായിരുന്നല്ലോ അവിടെ ഉണ്ടായിരുന്നത്. എന്താണ് കോൺഗ്രസ് ചെയ്തത്? BJP പ്രതിപക്ഷത്തെ വേട്ടയാടുന്നു, BJP ഇതര ഗവൺമെൻറ്റുകളെ വേട്ടയാടുന്നു. അപ്പോൾ അവിടുത്തെ കെജ്രിവാളിൻ്റെ മന്ത്രിസഭയിലെ ഒരു മന്ത്രിയെ അറസ്റ്റ് ചെയ്തു, ഒരു കേസിൽപ്പെടുത്തിയിട്ട്. എന്താ കോൺഗ്രസ് പറഞ്ഞത്? എന്താണ് കോൺഗ്രസ് നേതൃത്വം പറഞ്ഞത്? ഇയാളെയാണോ അറസ്റ്റ് ചെയ്യേണ്ടത്, കെജ്രിവാളിനെയല്ലേ എന്നല്ലേ ചോദിച്ചത്? കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോൾ പടക്കം പൊട്ടിക്കുകയായിരുന്നില്ലേ കോൺഗ്രസ്? കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയല്ലേ ചെയ്തത്? ഇപ്പോൾ കോടതി കെജ്രിവാളിനെ കുറ്റവിമുക്തനാക്കിയല്ലോ. കോടതി നടപടി BJPക്ക് മാത്രമല്ലല്ലോ, കോൺഗ്രസിൻ്റെ നേതൃത്വത്തിനും മുഖത്തേറ്റ അടിയായല്ലേ മാറിയത്? ഇതൊരു ഭാഗം. അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നു. ഒരു സീറ്റും കോൺഗ്രസിനില്ലാത്തൊരു നാടല്ലേ അത്? എന്നാൽ ഉള്ള ശക്തി എന്തിനാ ഉപയോഗിച്ചത്? BJP ഒഴിവാക്കാനാണോ? BJP ഒഴിവാക്കാനാണെങ്കിൽ AAP അല്ലേ സഹായിക്കേണ്ടത്? അവിടെ അതിശക്തമായി AAP എതിർക്കല്ലേ ഇത്? അങ്ങനെ AAP അതിശക്തമായി എതിർത്താൽ ആരാ ജയിച്ചു വരികയെന്ന് അവിടുത്തെ സ്ഥിതിയിൽ എല്ലാവർക്കും അറിയാലോ. അത് BJP അല്ലേ? BJP ജയിച്ചു വന്നല്ലോ. അപ്പോൾ BJPയുടെ B ടീമായിട്ടല്ലേ ഫലത്തിൽ അവർ പ്രവർത്തിച്ചത്? ഇതേ കാര്യം തന്നെ ഹരിയാനയുടെ കാര്യം നോക്കൂ നിങ്ങൾ. ഹരിയാന നിയമസഭ ആ തെരഞ്ഞെടുപ്പിൽ BJP അധികാരത്തിൽ വരുമെന്ന് അവർ തന്നെ കണക്കാക്കുന്നില്ല. എല്ലാവരും ഉറപ്പിക്കുന്നു BJPയെ പരാജയപ്പെടുത്താനാവും. എങ്ങനെയാണ് BJPക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞത്? BJPയെ നേരിടാനുള്ള ശക്തി ഇന്ന് പലയിടത്തും നമ്മുടെ രാജ്യത്തെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒറ്റയ്ക്കില്ല. അപ്പോൾ സാധാരണഗതിയിൽ BJP എതിർക്കാൻ താല്പര്യമുള്ള എല്ലാവരെയും ഒന്നിച്ച് നിർത്താൻ ശ്രമിക്കണം. ആ കാര്യം ചെയ്തോ കോൺഗ്രസ്? ഒന്നിച്ച് നിൽക്കാൻ സന്നദ്ധയുള്ളവരെയൊക്കെ അകറ്റിക്കളഞ്ഞില്ലേ? അതല്ലേ നടന്നത്? അതല്ലേ BJPയുടെ ജയത്തിലേക്ക് എത്തിച്ചത്? യഥാർത്ഥത്തിൽ ഫലത്തിൽ BJPയുടെ പാർട്ടിയായി മാറുകയല്ലേ ചെയ്തത്? ഇതല്ലേ നാം കാണേണ്ടത്? ബീഹാർ അടക്കമുള്ള തെരഞ്ഞെടുപ്പുകൾ എടുത്തു നോക്കിക്കോളൂ. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആദ്യമേ തന്നെ കുളം കലക്കുന്ന നടപടിയെടുക്കും. രംഗം കലുഷിതമാക്കിയിട്ട് പിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം? രംഗം കലുഷിതമാകുമ്പോൾ അതിൻ്റെ ഗുണഫലം കിട്ടുന്നത് BJPക്കല്ലേ? ബീഹാർ അടക്കമുള്ള തെരഞ്ഞെടുപ്പ് ഫലത്തെ ആദ്യത്തെ കോൺഗ്രസിൻ്റെ സമീപനം സ്വാധീനിച്ചില്ലേ? എല്ലാം BJPക്കല്ലേ സഹായകരമായിട്ട് വന്നത്? ഇങ്ങനെയെല്ലാം നേരത്തെ ചെയ്തവർ, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർ, അവരുടെ നിലപാടിൽ ഒരു മാറ്റവും ഇല്ലാതെ താൽക്കാലിക ലാഭത്തിന് വേണ്ടി കൂട്ടുകൂടാൻ തയ്യാറാകുന്നവർ ഒരു കാലത്തും
BJPയോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ച ഞങ്ങൾക്ക് നേരെ ആക്ഷേപം ഉന്നയിക്കാൻ തയ്യാറാണ്. അതൊന്നും നാട്ടിലേശുന്ന കാര്യമല്ലെന്ന് മാത്രമേ പറയാനുള്ളൂ. പിന്നെ നല്ലതുപോലെ കളവ്, നുണ സത്യമാണെന്ന് തോന്നത്തക്ക രീതിയിൽ പ്രചരിപ്പിച്ചാൽ അത് സത്യമായി അംഗീകരിക്കപ്പെടും എന്നുള്ള പഴയ ഗീബൽസിൻ്റെ സിദ്ധാന്തം ഉണ്ടല്ലോ. അതിൻ്റെ ആശാന്മാരായിട്ട് ആ പ്രവർത്തനങ്ങളും നടത്തി നോക്കുകയാണ്. പക്ഷേ ഈ അനുഭവമൊന്നും നാടിനോ നാട്ടുകാർക്കോ മറക്കാൻ കഴിയുന്നതല്ല.